أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن شانئك هو الأبتر. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറ അൽ കൗസറിലെ 4-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: നിശ്ചയമായും നിന്റെ ശത്രുവാണ് സന്താനരഹിതൻ. ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു തുടർന്നു പറയുന്നു: ആസ് ദിനരാത്രങ്ങൾ ജനങ്ങളെ ഇസ്ലാമിനെതിരിൽ പ്രകോപിതരാക്കുമായിരുന്നു. ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന അംർ ബിൻ ആസ് ഇസ്ലാം മതം സ്വീകരിക്കുകയും സ്വഹാബാക്കളിൽ ഉത്തമ വ്യക്തിത്വത്തിന് ഉടമയായി മാറുകയും ചെയ്തു. മിസ്റിൽ വിജയം ലഭിച്ചതും സിറിയയിൽ യുദ്ധപോരാട്ടങ്ങൾ നടത്തിയതും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇത്തരത്തിൽ ആസ് സന്താനരഹിതനാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്താനമായി അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മാറുകയും ചെയ്തു. അബൂ സുഫിയാൻ സ്വയം മുസ്ലിമായി തീർന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ശത്രുതയ്ക്ക് പ്രസക്തിയില്ല. അദ്ദേഹത്തിൻ്റെ മകനായ മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സേവകനായിരുന്നു. ചുരുക്കത്തിൽ ജഡിക സന്താനം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വചനത്തിന് യാതൊരു അർത്ഥവുമില്ല. എന്നാൽ ആത്മീയ സന്താനം എന്ന അർത്ഥത്തിന് കീഴിൽ ഈ വചനത്തിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമാണ്. അബൂജഹലിൻ്റെ വിശ്വാസത്തെ തുടർന്നു കൊണ്ടുപോവാൻ ആളില്ലാത്തതിനാൽ അബൂജഹൽ സന്താനരഹിതൻ എന്ന് പറയാവുന്നതാണ്. വലീദിൻ്റെ മകനും ഇസ്ലാം സ്വീകരിച്ചതിനാൽ അദ്ദേഹവും സന്താനരഹിതനാണ്. ആസിൻ്റെ പുത്രനും അദ്ദേഹത്തിൻ്റെ ആശയത്തെ പ്രചരിപ്പിക്കാത്ത കാരണത്താൽ സന്താനരഹിതനാണ്. ഈ വചനത്തിൽ സന്താനം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ആത്മീയ സന്താനം എന്നതാണ്. ജഡിക സന്താനമെന്ന് അർത്ഥമാക്കിയാൽ ഈ വചനത്തിൻ്റെ 2 തെളിവുകളും തെറ്റാവുന്നതാണ്. ഒന്ന്, ശത്രുക്കൾക്ക് ആൺസന്തതികൾ ഉണ്ടാവില്ല എന്നും 2, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺസന്തതികൾ ഉണ്ടാവുമെന്നും. എന്നാൽ ആത്മീയ സന്താനം എന്ന അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 തെളിവുകളും ശരിയായി ഭവിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ സന്താനങ്ങളുടെ പരമ്പര അള്ളാഹു നിലനിർത്തി. ഇതുകൂടാതെ ഇവിടെ ഒരു ആത്മീയ സുതൻ അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുമെന്നും അത് മുഖേനയും ശത്രുക്കൾ ആൺസന്താനരഹിതരാവും എന്നും വ്യക്തമാക്കുന്നു. മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു സുപ്രധാന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വിശ്വാസികളുടെ മാതാക്കളായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. വിശ്വാസികളുടെ മാതാക്കൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെങ്കിൽ തീർച്ചയായും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ പിതാവാകുന്നു. വിശ്വാസികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങളുമാകുന്നു. സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ആൺ സന്തതികളും പെൺ സന്തതികളും ഉൾപ്പെടും. ഇന്ന അഅ്തൈനാക്കൽ കൗസറിലും ഇന്ന ഷാനിയക ഹുവൽ അബ്തറിലും ഒരു സുവാർത്ത അടങ്ങിയിട്ടുണ്ട്. അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉദാരമതിയും സൽഗുണസമ്പന്നനുമായ ആത്മീയ സുതനെ നൽകുന്നതാണ്. അത് മുഖേനയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ സന്താനരഹിതരാണെന്ന് സ്ഥാപിതമാകും. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്താനരഹിതനല്ല എന്ന കാര്യം സുവാർത്ത നൽകിയ ആത്മീയ സുതനിലൂടെ പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ ആ പുത്രന് പ്രത്യേകമായ സ്ഥാനം ഉണ്ടാവണം. ഇക്കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്ഥാനമാനം എന്നതിൽ സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്നു. സിദ്ദീഖിയത്തിൻ്റെയും ഷഹാദത്തിൻ്റെയും പദവികൾ സ്ത്രീക്കും പുരുഷനും ലഭിക്കുന്നു. എന്നാൽ നുബുവത്ത് എന്ന പദവി പുരുഷന് മാത്രമേ ലഭിക്കുകയുള്ളൂ.
ഇവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആത്മീയ സുതനെക്കുറിച്ച് സുവാർത്ത നൽകിയിരിക്കുന്നു. അതുപ്രകാരം ഈ വചനത്തിൻ്റെ അർത്ഥം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ സന്താന പരമ്പര മുറിഞ്ഞു പോവുകയും അതല്ലെങ്കിൽ ഇല്ലാതാവുകയും എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ നിന്ന് ഒരു വ്യക്തിയെ നുബുവത്തിൻ്റെ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നതുമാണ്. ഇതേ വിഷയം വിശുദ്ധ ഖുർആൻ്റെ മറ്റൊരു വചനത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. അതിപ്രകാരമാകുന്നു: മാ കാന മുഹമ്മദുൻ അബാ അഹദി മിർ റിജാലിക്കും വലാകിർ റസൂൽ അല്ലാഹി വഖാതമൻ നബിയീൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ. മുഹമ്മദ് നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവല്ല, പക്ഷേ അവൻ അള്ളാഹുവിൻ്റെ ദൂതനും എല്ലാ പ്രവാചകന്മാരുടെയും മുദ്രയുമാകുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നന്നായി അറിയുന്നവനാകുന്നു. ഈ വചനം സൂറ അഹ്സാബിലേതാണ്. ഹിജ്റത്തിന് ശേഷം 4-ാം വർഷമാണ് ഇത് അവതരിച്ചത്. ഈ ആയത്തിൽ വിവരിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവല്ല. എന്നാൽ സൂറ കൗസർ നുബുവത്തിൻ്റെ ആദ്യകാലത്താണ് അവതരിച്ചത്. അതിൽ പറയുന്നു: ഇന്ന ഷാനി അക്ക ഹുവൽ അബ്തർ, അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്താനമുണ്ടാവുകയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ സന്താനരഹിതനുമായിരിക്കും. ഈ 2 വചനങ്ങളിലും സാധാരണ നിലയിൽ വിപരീതമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതായി കണ്ടുകൊണ്ട് മനുഷ്യൻ അത്ഭുതപ്പെടും. ഒരു സ്ഥലത്ത് ആൺ സന്താനങ്ങൾ ഉണ്ടാവുമെന്നും മറ്റൊരു സ്ഥലത്ത് ആൺ സന്താനങ്ങൾ ഉണ്ടാവില്ല എന്നും പറയുന്നു. ശത്രുക്കളുടെ ആരോപണത്തെയാണ് വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവല്ല, തുടർന്നും പിതാവാകുകയുമില്ല. റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ അല്ലെങ്കിൽ പരിപൂർണ മനുഷ്യൻ എന്നാണ്. അധിക നിഘണ്ടുവിലും യുവാവിനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. താജുൽ ഉറൂസിൽ പ്രായപൂർത്തിയായ പുരുഷനാണ് റജുലുൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺ സന്താനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പ്രായപൂർത്തി ആയിരുന്നില്ല, അതിനു മുമ്പേ മരണപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺ സന്താനങ്ങളായിരുന്നു: ഒന്നാമത്തേത് ഖാസിം എന്ന മകനായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. ഈ മകനിലൂടെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ ഖാസിം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 7-8 വയസ്സായപ്പോഴാണ് ഖാസിം മരണപ്പെട്ടത്. രണ്ടാമത്തെ ആൺസന്തതി അബ്ദുള്ള ആയിരുന്നു. അദ്ദേഹത്തെ തൊയ്യിബ് അതുപോലെ ത്വാഹിർ എന്ന പേരിലും വിളിക്കപ്പെട്ടതായി കാണപ്പെടുന്നു. ഈ മകനെ സംബന്ധിച്ച് ചരിത്രകാരന്മാരിൽ ഭിന്നാഭിപ്രായമുണ്ട്. ചിലർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചതിന് മുൻപാണ് അബ്ദുള്ള ജനിച്ചതെന്നും ചിലർ നുബുവത്തിന് ശേഷമാണ് ജനിച്ചതെന്നും പറയുന്നു. അബ്ദുള്ള എന്ന ഈ പുത്രൻ ഏകദേശം 3 വയസ്സുവരെയാണ് ജീവിച്ചത്. മൂന്നാമത്തെ ആൺസന്തതിയായിരുന്നു ഇബ്രാഹിം. അദ്ദേഹം മാരിയ ഖിബ്തിയ റളിയല്ലാഹു അൻഹയിലാണ് ഉണ്ടായത്. ഏകദേശം 2 വയസ്സുവരെയാണ് ജീവിച്ചത്. ഈ 3 ആൺ സന്തതികളിൽ നിന്നും വ്യക്തമാവുന്നത് ഇവരിൽ ആരും തന്നെ റജുലുൻ, അതായത് പ്രായപൂർത്തിയായ പുരുഷൻ എന്നതിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് ബാരിക് വസല്ലിം.